ഇതിപ്പോ അത്ര വലിയ ഉയർന്ന പോസ്റ്റ് ഒന്നുമല്ലല്ലോ. നിനക്ക് വേറെ ആരെങ്കിലും അയച്ചാ പോരെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുക, അവൻ പോകണ്ടടുത്ത് നിങ്ങൾ പോയിട്ട് വാ. കാര്യങ്ങൾ ഒരുവിധം ഓക്കെ ആവുമല്ലോ. എടാ ഞാൻ പോകുന്ന കാര്യമല്ല, അവന്റെ ഓഫീസിൽ നിന്ന് ആഷിഖിനെ ജിൻസി ആരെങ്കിലും വിട്ടാ പോരെ, എന്നാണ് ഞാൻ ചോദിച്ചത്. ടോം തന്നെ പോണം പപ്പ. ഹെഡ് ഓഫീസിൽ നിന്ന് അങ്ങനെ പറഞ്ഞേക്കുന്നേ. മാത്രമല്ല ടോമിന്റെ എക്സ്പീരിയൻസും അതിനൊരു പ്രശ്നമുണ്ട്. അല്ല ഈ അമ്മനെ വിചാരിച്ച എന്തെങ്കിലും ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അമ്മലിപ്പം നിങ്ങളുമായിട്ട് വലിയ കമ്പനിയാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. പറ്റും, പക്ഷെ പുള്ളി മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതെന്ത് പപ്പ, സത്യത്തില് ഇത് അമൽ സാർ ഞങ്ങൾക്ക് തന്നൊരു പണിയാണ്. പണിയാ? യെസ്, അത് അമൽ സാർ ഞങ്ങൾക്ക് തുറന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ശത്രുതയായിട്ടിരുന്നപ്പോഴേ ഞങ്ങൾക്ക് വെച്ച പാരയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് ഞങ്ങളടുത്ത് കൂട്ടുകൂടിയല്ലോ, അപ്പോഴാണ് പുള്ളി ഇത് പറഞ്ഞത്. ആ സമയത്ത് ഈ ട്രാൻസ്ഫറിന്റെ കാര്യം പുള്ളി വിട്ടുപോയി. ഒരുപക്ഷെ അന്ന് ഇത് ഓർത്ത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആകെയുള്ളത് ശ്രീനി സാറായിരുന്നു. ആ ശ്രീനി സാറിനോട് പറഞ്ഞൂടെ? അപ്പൊ പിന്നെ എന്താ, നമ്മുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ. ശ്രീനി സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. വിളിച്ചിട്ടാണ് ഈ ഫോൺ കൊടുക്കുന്നത്. ഒരു 2 ദിവസം വിട്ട് എനിക്ക് വിട്ടാ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ പൊക്കി കൊണ്ടുവരാം. അടിപൊളി. നാളെ ഉച്ചയ്ക്ക് ജോയിൻ ചെയ്യണം പപ്പ. എന്തെങ്കിലും അടിയണമെങ്കിൽ പപ്പ ഇപ്പൊ പറയണം. അതല്ലേ? അങ്ങനെയാണെങ്കിലേ ഞങ്ങള് രാഷ്ട്രീയക്കാര് നിർത്തിട്ടാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ രാഷ്ട്രീയം കൊണ്ടു ഇതിലിടുന്നത് എന്തിനാണ്? അല്ല ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ എല്ലാം രാഷ്ട്രീയം കൂട്ടി കുഴച്ച് ഒരു പണിയില്ല. അത് ഓഫീസിലെ കാര്യം, ഇത് രാഷ്ട്രീയം, അതിന്റെ ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പറയാൻ? എന്നാ പിന്നെ നിങ്ങൾ പറയും, കേക്കട്ടെ. കേക്കടാ. ഒരു ഐഡിയ ഇല്ല, പറ്റിയിട്ടൊന്നും പറയാനും സമ്മതിക്കത്തില്ല. പപ്പ പറ. നിങ്ങൾ പറഞ്ഞു. പറയട്ടെ. പറയും. എടേ, ഈ പുതുതായിട്ട് സ്ഥലം മാറി വരുന്ന ചില പോലീസ് അമ്മമാരുണ്ട്. വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര വെടിയും പുകയും ബഹളവും ഒക്കെ ആയിരിക്കും. ഒരു കാര്യമില്ല, ചുമ്മാ എല്ലാവരും കയറി ചൂടാവും. നമ്മൾ അണികളേക്ക് പിടിച്ചകത്തിലും. നമ്മളെന്തെങ്കിലും ചോദിക്കാനായിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൈൻഡ് കാണത്തില്ല. കസേരയിട്ട് ഇരിക്കാൻ പോലും പറയത്തില്ല. അങ്ങനെ ഉള്ളവന്മാരെയൊക്കെ വരെ നമ്മൾ വരച്ചവരെ നിർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇവന്മാർ പറഞ്ഞേക്ക് അങ്ങ് മിണ്ടാതെ കേട്ട് നിന്നോളും. അവർ പറയണതാണ് എല്ലാം ശരിയെന്ന് അംഗീകരിച്ചു കൊടുക്കും. പതിയെ അവരുമായിട്ടൊരു കമ്പനിയാവും. കമ്പനി ആയതിനു ശേഷം നമ്മൾ അവരെ ഒരു പാർട്ടിക്ക് വിളിക്കും. ഈ പാർട്ടിയിലേക്ക് നമ്മുടെ നേതാക്കന്മാരും ചില VIP-കളെയൊക്കെ നമ്മൾ വിളിക്കും. മലപ്പുറം വിളിക്കുന്നതാ യവന്മാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വരുന്ന നേതാക്കന്മാരും VIP-കളൊക്കെ നമ്മളടുത്ത് ഇടപഴകുന്നത് സംസാരിക്കുന്നതൊക്കെ അവൻ നിന്ന് കാണുമ്പോൾ അവന് നമ്മുടെ പവർ എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ പതിയെ അവന്മാർ നമ്മളെ കമ്പനിയിലാവും. അങ്ങനെ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവന്മാരനുസരിച്ചോളൂ. അപ്പൊ നിങ്ങൾ പറയണ എന്താ, നമ്മുടെ ഈ 2 മക്കളെ ഇത്രയും ഉപദ്രവിച്ച ഔറ്റങ്ങളെ നമ്മൾ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ടെന്ന് സൽക്കരിക്കണമെന്ന്? യെസ്. അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടാ, എന്നെ കൊണ്ട് പറ്റേമില്ല. മക്കളെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കണമെന്നാണ്. ഇതിപ്പം ടോം ഹെഡ് ഓഫീസിൽ ജോയിൻ ചെയ്താൽ പിന്നെ അതിനൊക്കെ അവസരം കിട്ടുമോ? ഈ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നുമല്ല, ഇവിടെ തിരുവനന്തപുരത്തല്ലേ. നിങ്ങൾ പതിയെ ആ ഒരു കാര്യം മനസ്സിലിട്ടിരുന്നാ മതി. അതല്ല, ഞാൻ മാറുന്നതിന് മുമ്പ് എന്താ ചെയ്യണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ? ഇത് മാറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് പ്രയോജനം? അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ വിളിച്ചൊരു കമ്പനി ആയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കും. പിന്നെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതെ, നിങ്ങളെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പരിപാടി നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.